യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 9. ഭാവി രാജാവ്. എന്നാൽ ദുഃഖത്തിലാണ്ട് പോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമരിലെ ദണ്ടും മർദ്ദകൻ്റെ വടിയും മെതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഇസ്രായേലിന് ശിക്ഷ. യാക്കോബിനെതിരായി കർത്താവ് തൻ്റെ വചനം അയച്ചിരിക്കുന്നു. അത് ഇസ്രായേലിൻ്റെ മേൽ പ്രകാശിക്കും. ഇഷ്ടിക വീണുപോയി, എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും. സിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു, എന്നാൽ അവയ്ക്ക് പകരം ദേവദാരു ഞങ്ങൾ ഉപയോഗിക്കും എന്ന് അഹങ്കാരത്തോടും ഔദത്യത്തോടും കൂടെ പറയുന്ന എഫ്രായിംകാരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും. കർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയയ്ക്കുകയും അവരുടെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യുന്നു. കിഴക്ക് സിറിയക്കാരും പടിഞ്ഞാറ് ഫിലിസ്തീനും ഇസ്രായേലിനെ വാതുറന്ന് വിഴുങ്ങുകയാണ്. അവിടുത്തെ കോപം ഇതുകൊണ്ടും ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ജനം തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തപ്പന കൈയും അരിഞ്ഞു കളഞ്ഞു. ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല, വ്യാജപ്രവാചകനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു. അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുക ചുരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം കത്തിയെരിയുന്നു. ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ്. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലതുവശത്തു നിന്ന് കവർന്നു തിന്നുന്നു, എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല. ഇടതുവശത്തു നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു, എന്നാൽ തൃപ്തിയാകുന്നില്ല. ഓരോരുത്തനും അവരെൻ്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായീമിനെയും എഫ്രായീം മനാസയെയും തന്നെ.
അവർ ഇരുവരും ചേർന്ന് യൂദായോട് എതിരിടുന്നു. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. പ്രിയ ദൈവജനമേ, യേശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം തുടങ്ങുന്നത് അന്ധകാരത്തിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് ലഭിക്കുന്ന വലിയ പ്രകാശത്തിൻ്റെ വാഗ്ദാനത്തോടു കൂടിയാണ്. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ക്രൂരമായ അധിനിവേശത്താൽ സെബുലൂൻ, നഫ്താലി ദേശങ്ങൾ കടുത്ത പീഡനവും അപമാനവും അനുഭവിച്ചിരുന്ന കാലഘട്ടമാണത്. രാഷ്ട്രീയമായ തകർച്ചയും ആത്മീയമായ ശൂന്യതയും യൂദയായെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന പശ്ചാത്തലം. വിദേശ ആധിപത്യത്തിൻ്റെ നുകത്തിനടിയിൽ ശ്വാസം മുട്ടിയിരുന്ന ജനത്തിന് ആശ്വാസം നൽകാനാണ് പ്രവാചകൻ ഇവിടെ ശ്രമിക്കുന്നത്. ഈ ചരിത്രപരമായ ഇരുട്ടിലേക്കാണ് ദൈവം തൻ്റെ പ്രകാശത്തിൻ്റെ സന്ദേശം അയക്കുന്നത്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മഹാപ്രകാശമായ ഒരു ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന വചനം പ്രത്യാശയുടെ കൊടുമുടിയായി നിലനിൽക്കുന്നു. ഭരണാധികാരം അവൻ്റെ തോളിലായിരിക്കുമെന്നും അവൻ അത്ഭുത മന്ത്രി, ശക്തനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ വിളിക്കപ്പെടുമെന്നും പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നീതിയിലും ന്യായത്തിലും രാജ്യം സ്ഥാപിക്കുന്ന ഒരു മെഷിയായെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന. യുദ്ധത്തിൻ്റെ കോലാഹലങ്ങൾ മാറി സമാധാനത്തിൻ്റെ ഭരണം വരും എന്നതാണ് ഇതിൻ്റെ കാതൽ. യേശയ്യാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രവചനം ഹിസ്കിയ രാജാവിൻ്റെ ജനനത്തോടും ഭരണത്തോടും ഭാഗികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. അസിറിയായുടെ ഭീഷണിയിൽ നിന്ന് യൂദയായെ രക്ഷിക്കാൻ ഹിസ്കിയായുടെ ധീരമായ നിലപാടുകൾക്ക് സാധിച്ചു എന്നതും ചരിത്രപരമായ വസ്തുതയാണ്. എങ്കിലും ഈ പ്രവചനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ വിമോചനത്തെക്കാൾ ഉപരിയായിട്ടുള്ളതായിരുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഗലീലി പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതം ആരംഭിച്ചതോടെയാണ് ഈ വചനം പൂർണ്ണമായി നിറവേറിയത്. ചരിത്രത്തിലെ തന്നെ ചെറിയ വിജയങ്ങൾ വലിയൊരു രക്ഷാകര പദ്ധതിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശയ്യാ പ്രവാചകൻ്റെ അചഞ്ചലമായ വിശ്വാസവും ദീർഘവീക്ഷണവും ഈ അധ്യായത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ചുറ്റും നാശവും യുദ്ധവും മാത്രം കാണുമ്പോഴും പ്രത്യാശയുടെ പൊൻകിരണം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. കർത്താവിൻ്റെ വചനം ജനങ്ങളോട് വിളിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ധീരത അത്യപൂർവമായ ഒന്നാണ്. വ്യക്തിപരമായി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് ഐസയ എന്ന പ്രോഫറ്റ്. ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അദ്ദേഹം പൂർണ്ണമായി ഉറച്ചു നിന്നു. ഒരു പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പദ്ധതികളോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത വളരെ വ്യക്തമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ പാഠങ്ങൾ ഈ അധ്യായം നൽകുന്നുണ്ട്. ഭൗതികമായ പ്രതിസന്ധികളല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥ അന്ധകാരമെന്ന് നാം തിരിച്ചറിയണം. പ്രിയ സഹോദര സഹോദരി, നമ്മെ ഭരിക്കുന്ന നുകങ്ങൾ പൊട്ടിച്ചെറിയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. We should not rely in human support. We should only rely in God the Father, the creator of heaven and earth, who alone is worthy of all honor and glory. He will destroy all the bondages, all the links that keep us chained to sin to this day. All that we need to do is surrender and have faith like a child. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ലോകത്തിലെ വെല്ലുവിളികളുമായി ഈ സന്ദേശം ഏറെ ചേർന്ന് നിൽക്കുന്നു. യുദ്ധങ്ങളും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും കാരണം മനുഷ്യർ ഇന്നും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾക്കിടയിലും ആത്മീയമായ ഇരുട്ട് പലരുടെയും ജീവിതത്തിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട്. അത് ഇരുണ്ടു പോകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയില്ല എന്നുള്ളതാണ് സത്യം. യേശയ്യാ വിഭാവനം ചെയ്ത മഹാപ്രകാശം ഇന്നും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉദിക്കേണ്ടതായിട്ടുണ്ട്. നാം ഇരുട്ടിൽ നിന്ന് പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സമാധാനത്തിൻ്റെ വഴികൾ തേടുന്ന ഏവർക്കും ക്രിസ്തുവെന്ന പ്രകാശം വലിയ വഴികട്ടി ആണ്. യോഹന്നാൻ 8:12 കർത്താവ് പറയുന്നു, ഞാനാണ് വെളിച്ചം. ഈ ലോകത്തിൻ്റെ വെളിച്ചം കർത്താവാണ്. പാപത്തിനും അനീതിക്കുമെതിരെ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പ്രവാചകൻ ഗൗരവമായി സംസാരിക്കുന്നു.
അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ ഹൃദയങ്ങളെ ദൈവം ഉറപ്പായി ശിക്ഷിക്കുമെന്ന് 9-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം വ്യക്തമാക്കുന്നു. ഇഷ്ടിക വീണാൽ വെട്ടുകല്ല് കൊണ്ട് പണിയാം എന്ന ഭൗതിക ചിന്ത ദൈവത്തെ തള്ളിക്കളയുന്നതിൻ്റെ അടയാളമാണ്. നീതിയില്ലാത്ത ഭരണാധികാരികൾക്കും ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നവർക്കുമെതിരെ ദൈവത്തിൻ്റെ ഉഗ്ര കോപം ജ്വലിക്കുന്നുണ്ട്. മാനസാന്തരപ്പെടാത്ത ഒരു ജനതയ്ക്ക് ന്യായവിധി ഒഴിവാക്കാൻ ആവില്ല എന്ന മുന്നറിയിപ്പ് നാം ഓരോരുത്തരും ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ന്യായവിധിക്കിടയിലും ദൈവത്തിൻ്റെ കാരുണ്യം ഒരു നൂലിഴ പോലെ ഈ അധ്യായത്തിലും നമുക്ക് കാണാം. ജനത്തെ ശിക്ഷിക്കുന്നത് അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് തിരികെ കൊണ്ടുവരാനാണെന്ന് വചനം സൂചിപ്പിക്കുന്നു. അതൊരു ഡിസിപ്ലിനറി പ്രൊസീജിയറാണ്, അത് പീഡനമല്ല. അവിടുത്തെ കൈ ഇനിയും നീട്ടിയിരിക്കുകയാണ് എന്ന ആവർത്തിച്ചുള്ള പ്രയോഗം ദൈവത്തിൻ്റെ ക്ഷമയെയാണ് കാണിക്കുന്നത്. എത്ര വലിയ പാപത്തിലും പരാജയത്തിലും കഴിയുന്നവർക്കും അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങാൻ ഇപ്പോഴും ഇന്നേ ദിവസവും അവസരമുണ്ട്. ദൈവം നൽകുന്ന ആശ്വാസത്തിൻ്റെ നദിയിൽ കഴുകപ്പെടാൻ നാം തയ്യാറാകുക മാത്രമാണ് വേണ്ടത്. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായി ഒരുങ്ങാൻ ഈ പ്രവചന ഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. 1-ാം വരവിൽ ഒരു ശിശുവായി വന്ന കർത്താവായ യേശു 2-ാം വരവിൽ നീതിമാനായ ന്യായാധിപനായിട്ടാണ് വരുന്നത്. അവിടുത്തെ ഭരണം അനന്തവും അചഞ്ചലവുമാണെന്ന് ഏശയ്യാ മുൻകൂട്ടി കണ്ടിരുന്നു. ലോകത്തിലെ സകല അധികാരങ്ങളും തകരുമ്പോഴും ദൈവരാജ്യം എന്നും നിലനിൽക്കും. അതിനാൽ ആ നിത്യരാജ്യത്തിലെ പൗരന്മാരാകാൻ നാം വിശുദ്ധിയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. സഭാവിശ്വാസികൾക്ക് ഏറെ ആവേശം നൽകുന്ന ഒരു സമാപ്തിയാണ് ഈ ധ്യാനഭാഗത്തിനുള്ളത്. ഇരുട്ടിൻ്റെ ശക്തികൾ നമ്മെ കീഴടക്കാൻ നോക്കുമ്പോഴും പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്കും സാധിക്കണം. സമാധാന പ്രഭുവായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായിരിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടാനില്ല. പ്രതിസന്ധികളെ പ്രത്യാശയോടുകൂടെ നേരിടുവാനും മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വിശ്വാസയാത്രയിൽ ഏശയ്യാ പ്രവചനങ്ങൾ എന്നും ഒരു വഴിവിളക്കായി ഉണ്ടാകട്ടെ. ക്രൈസ്തവ പാരമ്പര്യം വചനത്തോടുള്ള ആഴമായ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച ആ വിശ്വാസ ചൈതന്യം വരും തലമുറയ്ക്കും കൈമാറാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അത് ദൈവത്തിൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്വമാണ്. സഭയുടെ കൂതാശകളിലൂടെയും വചന പാരായണ ധ്യാനത്തിലൂടെയും നാം ഈ പ്രകാശം ആർജിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകമെങ്ങും എത്തിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. സമയം സമാഗതമായി. ഈ ബോധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ദൈവം നമ്മെ ഏവരെയും തൻ്റെ വലിയ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദര സഹോദരി, ഏശയ്യാ ദർശിച്ച ആ സമാധാനത്തിൻ്റെ രാജ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും വാഴട്ടെ. എല്ലാ അന്ധകാരങ്ങളെയും നീക്കി പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ആഴപ്പെട്ട് പ്രത്യാശയോടെ നമുക്കും മുന്നേറാം. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.